ആ തവളയെ തിന്ന് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. ഈ ബുക്ക് ആരൊക്കെ മേടിക്കണം, ആർക്കൊക്കെ ഉപകാരപ്പെടാം എന്നൊരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു 5 ടാസ്ക് 5 ജോലികൾ ചെയ്യാനുണ്ടെന്ന് കരുതുക. അതിലൊന്നാമത്തെ നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. രണ്ടാമത്തെ ഫോണിലുള്ള മെയിലെല്ലാം ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ നിങ്ങളൊരു ബുക്ക് എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു 5 പേജ് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. 4 നിങ്ങൾക്ക് നാളെ ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ട്, അതിനുവേണ്ടി ഇന്നേ പ്രിപ്പയർ ചെയ്യണം. 5 നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇന്നത് മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ ടാസ്കുകൾ. പക്ഷെ നമുക്ക് 9 to 5 ജോബ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾ കാണും. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഫ്രീ ടൈം ഒപ്പിച്ച് വേണം നമുക്കിത് ചെയ്യാൻ. സോ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ജോബ് ഓർഡർ ചെയ്തു തുടങ്ങി. ആദ്യം റൂം ക്ലീൻ ചെയ്തു, രണ്ടാമത് മെയിൽ ചെക്ക് ചെയ്തു, മൂന്നാമത് ബുക്ക് എഴുതി. ഇത്ര ആയപ്പോഴത്തേനും നമ്മുടെ സമയം അത്യാവശ്യം പോയി. ഇനിയും ബാക്കിയുള്ള ജോബ് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു 50% കോൺട്രിബ്യൂട്ട് ചെയ്ത് അതെങ്ങനെ ഒപ്പിച്ചെടുത്തു. ബാക്കി പിന്നെ അടുത്തുള്ള 5ാമത്തെ ടാസ്ക് തൊട്ടുപോലും നോക്കാൻ പറ്റിയില്ല, എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ അവിടെ കിട്ടും. ഒരു 90% ആൾക്കാരും വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു എന്നാണ്. പക്ഷേ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന തിയറി പറയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടല്ല പുറകോട്ടാണ് പോകുന്നതെന്ന്. ഏറ്റവും ഹാർഡായിട്ട് നമുക്ക് തോന്നിയ ആ 2 ജോബിലായിരുന്നു 80% വാല്യൂ ഉണ്ടായിരുന്നത്. ബാക്കി നമ്മൾ ചെയ്ത ടാസ്കിൽ 20% വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈറ്റ് ദാറ്റ് ഫ്രോഗ് തിയറി വെച്ച് നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ജോബ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നു. മൂന്നാമത് ബുക്ക് എഴുതുന്നു. ശേഷം മെയിൽ ചെക്ക് ചെയ്യുന്നു. ടൈമുണ്ട്, റൂമും ക്ലീൻ ചെയ്യുന്നു. ഒരു 95% നമുക്ക് ഈ 5th ടാസ്ക് ചെയ്യാനുള്ള ടൈം കിട്ടും. കാരണം നമ്മുടെ സ്ട്രെസ്സ് കൂടിയ ജോബുകളെല്ലാം നമ്മൾ ചെയ്ത് തീർത്തു. ഇനിയും ഫ്രീ ആയിട്ട് നമുക്ക് ബാക്കി വരുന്ന 20% ചെയ്യാൻ പറ്റും. ഈ അവസാന ടാസ്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു 90% ഇന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന 10% മാത്രമേ നമ്മൾ പുറകോട്ട് പോയുള്ളൂ. അപ്പോൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു കോർ തീം ഇതാണ്. അതാണ് ഈ ബുക്ക് തരുന്ന ഐഡിയ. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണല്ലോ, ആദ്യം ഹാർഡായിട്ടുള്ള ജോബ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ എന്ന്. പക്ഷേ അത് അത്ര സിമ്പിളല്ല. ഏറ്റവും ഹാർഡായൊരു ടാസ്ക് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിനൊത്ത സ്ട്രെസ്സും സ്ട്രഗിളും അതിൻ്റെ കൂടെ കാണും. ഇത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ കാര്യമായി ബാധിക്കും. ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട ടാസ്ക് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടുപോകാം. കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതും വലിയൊരു സ്ട്രഗിളാണ്. സോ ഈ ഒരു സ്റ്റേജിലാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്ന ചില ലോസും ടിപ്സും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിന്ന് ടാസ്കുകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. സോ ഈ തിയറി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ബിഗിനേഴ്സിന് ഒരു മസ്റ്റ് റീഡ് ബുക്ക് തന്നെയാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് അഥവാ തവളയെ തിന്ന് എന്നത്. നമ്മുടെ ഹാർഡ് വർക്കും ഈ ബുക്കിലെ ചില ടിപ്സും കൂടായാൽ നമ്മൾ വിചാരിക്കുന്നതിലും കുറവ് സമയം കൊണ്ട് കഠിനമെന്ന് ധരിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ഏറ്റവും കുറവ് സമയം കൊണ്ട് ഈ ബുക്ക് ആരൊക്കെ വായിക്കണമെന്നൊരു ക്ലിയർ പിക്ചർ തരാനാണ് ഞാൻ ശ്രമിച്ചത്. സോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.